നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ വിടവാങ്ങുന്നത് ചിരിയും ചിന്തയും ബാക്കിവെച്ച്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നാളെ നടക്കും. ഡിസംബർ 20 വരെയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണകാലാവധി. ഗുരുവായൂർ നഗരസഭയിൽ CPM-ലെ സുനിത അരവിന്ദൻ ചെയർപേഴ്സണാകാൻ സാധ്യത തെളിയുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ നടക്കും. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ നാളെ രാവിലെ 10 മണിക്കായിരിക്കും സംസ്കാരമെന്ന് സംവിധായകൻ രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ശ്രീനിവാസന്റെ അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു. രാവിലെ ഡയാലിസിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1977-ൽ PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് 1984-ൽ ഓടരുത് അമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തെന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. വടക്കുനോക്കിയന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ സിനിമകളുടെ സംവിധാനവും നിർവഹിച്ചു. മികച്ച കഥ, മികച്ച തിരക്കഥ, മികച്ച ചിത്രം, മികച്ച ജനപ്രിയ സിനിമ എന്നീ വിഭാഗങ്ങളിലടക്കം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും നാളെ സംസ്കാരം നടക്കുക. പുതിയ സാരഥികൾ നാളെ ചുമതലയേൽക്കും. ഗുരുവായൂർ നഗരസഭയിൽ CPM-ലെ സുനിത അരവിന്ദൻ ചെയർപേഴ്സണാകാൻ സാധ്യത തെളിയുന്നു. 3 സീറ്റ് മാത്രം നേടിയ CPI-ക്ക് 1 വർഷത്തെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിൽ തൃപ്തി അടയേണ്ടി വരും. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന ദേവിക ദിലീപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് LDF-ൽ കടുത്ത ആശയക്കുഴപ്പം ഉടലെടുത്തത്. 3 പേരുകളാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർന്നുവന്നത്. 2 തവണ കൗൺസിലറും 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന CPM-ലെ ബിന്ദു അജിത് കുമാറിന്റെ പേരായിരുന്നു പ്രഥമ പരിഗണനയിലുണ്ടായിരുന്നത്. ഇവർ തൈക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. എന്നാൽ തൈക്കാട് മേഖലയിലേക്ക് ചെയർപേഴ്സൺ സ്ഥാനം നൽകുന്നതിൽ മറ്റ് 3 ലോക്കൽ കമ്മിറ്റികളും അതൃപ്തി രേഖപ്പെടുത്തി. LDF-ന് കൂടുതൽ സീറ്റുകൾ നേടിയ പൂക്കോട് മേഖലയെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇതേ തുടർന്നാണ് പൂക്കോടുകാരിയായ സുനിതയ്ക്ക് നറുക്കുവീണത്. ഇവർ കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നു. പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവും മേഖലാ സെക്രട്ടറിയും CDS മെമ്പറുമാണ്. ചെയർപേഴ്സൺ സ്ഥാനം 4 വർഷം CPM-നും 1 വർഷം CPI-ക്കും എന്ന രീതിയാണ് ഏറെക്കാലമായി തുടർന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാൻ സ്ഥാനം CPM-ഉം വൈസ് ചെയർമാൻ സ്ഥാനം CPI-യും മാറ്റമില്ലാതെ 5 വർഷം തികച്ചു. എന്നാൽ ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം 5 വർഷം മാറ്റമില്ലാതെ തുടരുമെങ്കിലും CPI-ക്ക് സീറ്റ് കുറവായതിനാൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം 1 വർഷമാക്കി ചുരുക്കാൻ ധാരണയാകുകയായിരുന്നു. ആദ്യത്തെ 1 വർഷം CPI-ലെ KK ജ്യോതിരാജും പിന്നീടുള്ള 4 വർഷം CPM-ലെ AS മനോജും പങ്കിടും. ഞായറാഴ്ച രാവിലെ 10-ന് നഗരസഭാ ടൗൺഹാളിലാണ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. ഇതിനുശേഷം LDF യോഗം അന്തിമ തീരുമാനമെടുക്കും. 27-നാണ് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. പാമ്പുപിടുത്തവും ജനസേവനവും നന്മ പ്രവർത്തനങ്ങളായി ജനസേവനമേറ്റെടുത്ത വീരാൻകുട്ടി. പുന്നൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എടക്കഴിയൂർ തെക്കേ മദ്രസ പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടിയാണ് പാമ്പുപിടുത്തവും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകുന്ന ജനസേവകനാകുന്നത്. 38 വർഷക്കാലത്തോളം പ്രവാസ ജീവിതം നയിച്ച വീരാൻകുട്ടി 2020-ലാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത്. തുടർന്നാണ് പാമ്പുപിടുത്തം സേവന പ്രവർത്തനമായി ഏറ്റെടുത്തത്. തന്റെ ചെറുപ്പകാലത്ത് പിതാവ് ഈ രീതിയിൽ പാമ്പിനെ പിടിച്ചിരുന്നു.
അദ്ദേഹത്തിൽ നിന്നാണ് ഈ ധൈര്യം ലഭിച്ചതെന്ന് വീരാൻകുട്ടി പറഞ്ഞു. വനം വകുപ്പിന്റെ പരിശീലനം ലഭിച്ച സ്നേക്ക് റെസ്ക്യൂ സർട്ടിഫിക്കറ്റ് നേടിയ അദ്ദേഹം ഈ 5 വർഷ കാലയളവിൽ 400-ൽ പരം പാമ്പുകളെ വലയിലാക്കിയിട്ടുണ്ട്. വീരാൻകുട്ടി അതിനിടയിലാണ് കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന് തന്റെ വാർഡിൽ മത്സരിക്കുവാനുള്ള ദൗത്യം പാർട്ടി പ്രഖ്യാപിച്ചു. വോട്ട് പിടുത്തത്തിനിടയിൽ പാമ്പ് പിടുത്തവുമായി മുന്നോട്ടുപോയ വീരാൻകുട്ടി നിലവിലെ LDF അംഗം രജനി ടീച്ചറെ 86 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. ഇനിയുള്ള കാലം പാമ്പ് പിടുത്തവും ജനസേവനവും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിലാണ് വീരാൻകുട്ടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അങ്ങനെ എൻ്റെ പേരും ഇതൊക്കെ എഴുതിയെടുത്ത് അവർ പറഞ്ഞ് ഇവിടെ ഞങ്ങൾക്കൊരാളില്ല പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്ത്. അതുകൊണ്ട് വീരാൻകുട്ടിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അതിന് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചാലക്കുടി വെച്ചിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയും അതിൽ വിജയകരമായി ആ റെസ്ക്യൂ പൂർത്തീകരിക്കുകയും ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച അത് പുതുക്കേണ്ട ദിവസമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പറവട്ടാണിയിൽ പോയിട്ട് ആ ലൈസൻസ് ഞാൻ പുതുക്കി. ഇപ്പോൾ 10-200-ൻ്റെ മേലെ അണിലിനെ തന്നെ, ഏറ്റവും മാരകമായ അണിലിനെ തന്നെ ഒരു 10-200 ഈ ചാവക്കാട്, പാവർട്ടി, പാങ്ങ്, എടക്കിളിയൂർ, മന്നലാങ്കുന്ന്, പാലപ്പെട്ടി, വരഞ്ഞൂർ ഇങ്ങനെ ഭാഗങ്ങളിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. ചാവക്കാട് നഗരസഭ 1, 28, 32, 33 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയാഘോഷം നടന്നു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. ഗോപപ്രതാപൻ, TM ഷാജി, ബ്രജിത പ്രദീപ്, തനുജ ഷാഫി എന്നിവരുടെ വിജയാഘോഷം ജാനി വളവിൽ നിന്നും ആരംഭിച്ച് പുത്തൻകടപ്പുറം സെന്ററിൽ സമാപിച്ചു. വർണ്ണക്കാവടി, വാദ്യമേളങ്ങൾ, ദഫ്മുട്ട്, കോൽക്കളി എന്നിവയുടെ അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകർ അണിചേർന്നു. UDF ഭാരവാഹികളായ HM നൌഫൽ, ആലിപ്പരി പ്രദീപ്, അസ്മത് അലി, MS മുസ്തഫ, ആലുങ്ങൽ മൊയ്തീൻ ഷാ, ആലുങ്ങൽ ദേവൻ, ചിന്നക്കൽ മുഹസിൻ, ചാലിൽ ബഷീർ, രാമി അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആത്മഹത്യാ പ്രേരണ കേസിൽ ഭാര്യയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച കുറ്റത്തിന് ഭർത്താവിനും ഭർത്തൃമാതാവിനും തടവും പിഴയും ശിക്ഷ. ചേറ്റുവയിൽ താമസിക്കുന്ന ചാന്തുവീട്ടിൽ ബഷീറിന്റെ മകൾ 30 വയസ്സുള്ള സജ്ജന ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തുള്ള ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിലാണ് ഭർത്താവായ ഇരിങ്ങപ്പുറം കറുപ്പംവീട്ടിൽ റഷീദിനെയും മാതാവ് ബീവിയെയും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി ശിക്ഷിച്ചത്. റഷീദിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പ്രായം കണക്കിലെടുത്ത് ബീവിക്ക് 20 ദിവസത്തെ വെറും തടവ് ശിക്ഷയും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. പ്രതികളിൽ നിന്നും കടുത്ത പീഡനങ്ങൾ സജനയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നതായി കോടതി കണ്ടെത്തി. 2018 ഡിസംബർ 15-നാണ് യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. കേസിൽ റഷീദിന്റെ അയൽവാസികളായ സാക്ഷികൾ കൂറുമാറിയിരുന്നു. വിചാരണയ്ക്കായി 13 സാക്ഷികളെയും ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള 27 രേഖകളും ഹാജരാക്കി. ഗുരുവായൂർ പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന E. ബാലകൃഷ്ണൻ, K.A. ഫക്രുദ്ദീൻ എന്നിവർ അന്വേഷണം നടത്തി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. ASI PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. കാണിപ്പയ്യൂരിൽ BJP CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ കാണിപ്പയ്യൂർ വെള്ളത്തേരിൽ വീട്ടിൽ 49 വയസ്സുള്ള കൃഷ്ണകുമാർ, BJP പ്രവർത്തകനായ കാണിപ്പയ്യൂർ കരുമത്തിൽ വീട്ടിൽ 45 വയസ്സുള്ള ബിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-യോടെയായിരുന്നു സംഭവം. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ BJP അനുഭാവിയായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്തുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM പ്രവർത്തകർ ആരോപിച്ചു. സോഡാക്കുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബിനുവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പുന്നയൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ ഐ ഗ്രൂപ്പ് യോഗത്തിൽ ഉന്തും തള്ളും. എടക്കഴിയൂർ തഹാനി മീറ്റിംഗ് സെന്ററിൽ നടന്ന രഹസ്യ യോഗത്തിലേക്ക് മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം പ്രവർത്തകർ കടന്നുവന്നതാണ് ഗ്രൂപ്പ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഉന്തും തള്ളലിൽ കലാശിക്കുകയുമായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. CPM കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ചിറക്കൽ സെന്ററിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്നു നടന്ന പ്രതിഷേധ യോഗത്തിന് CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ്, കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ,
ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, CF രാജൻ, RA അബ്ദുൾ ഹക്കീം, കൃഷ്ണൻ തുപ്പത്ത്, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ, ആനി ജോസ്, ശ്രീബിത ഷാജി, സതി കൃഷ്ണൻ, KK മനോജ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പഴഞ്ഞി കരിയാമ്പ്ര യൂണിറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് സെക്രട്ടറി KK സുനിൽകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. CPM ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പലത ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സുരേഖ മധു സ്വാഗതവും ലീലാ ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. ഒന്നാം കേരള സ്റ്റേറ്റ് വെറ്ററൻസ് അത്ലറ്റിക് മെഗാ ചാമ്പ്യൻഷിപ്പിന് പ്രൗഢോജ്വല തുടക്കം. വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒന്നാം കേരള സ്റ്റേറ്റ് വെറ്ററൻസ് അത്ലറ്റിക് മെഗാ ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് അത്ലറ്റിക് ഗ്രൗണ്ടിലാണ് ആരംഭിച്ചത്. 14 ജില്ലകളിൽ നിന്നായി 30 വയസ്സിനും 100 വയസ്സിനും ഇടയിലുള്ള 500ഓളം പുരുഷ വനിതാ കായിക താരമാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നത്. രാവിലെ 7:30 5 കിലോമീറ്റർ നടത്ത മത്സരത്തോടെയാണ് ടൂർണമെന്റ് തുടക്കമായത്. പ്രകടന മികവിന് പ്രായം തടസ്സമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു സ്റ്റേഡിയത്തിൽ നടന്ന ഓരോ മത്സരവും സാക്ഷ്യപ്പെടുത്തിയത്. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റ് ജീവിതമാണ് ലഹരി എന്ന പേരിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചു. തിപ്പിലശ്ശേരിയിലെ കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. NSS വളണ്ടിയേഴ്സാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും അഭിനേതാക്കളും. ഹീമോഫീലിയ സൊസൈറ്റിയുടെ കുന്നംകുളം ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായിരുന്ന E. രഘുനന്ദനന്റെ 1ാം വാർഷിക സ്മൃതിദിനം ആചരിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് അക്കിക്കാവ് കണ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന സ്മൃതി ദിനാചരണം കേരള മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ ചടങ്ങിൽ രഘുനന്ദനന്റെ സഹപ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കർണാടക ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോർഡിനേറ്ററും ഹീമോഫീലിയ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ വികാസ് ഗോയൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. E. രഘുനന്ദനൻ എൻഡോമെന്റ് ഹീമോഫീലിയ കുടുംബാംഗമായ യൂസഫിന് കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ E. ബാലഗോപാലൻ നൽകി. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, തിരുവനന്തപുരം ഹീമോഫീലിയ സൊസൈറ്റി ചാപ്റ്റർ അധ്യക്ഷൻ ജിമ്മി മാനുവൽ, ഹീമോഫീലിയ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ വിനോദ് അരവിന്ദാക്ഷൻ, വാർഡ് മെമ്പർ P. പ്രവീൺകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രമ രഘുനന്ദനൻ ചടങ്ങിന് സ്വാഗതവും NG രാജഗോപാൽ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് ഹീമോഫീലിയയുടെ വാർഷിക പൊതുയോഗം നടന്നു. ഹീമോഫീലിയ ഉണ്ടായിരുന്നു. സാർ അലക്സാണ്ടർ നിക്കോളസ് മകന്. അപ്പോൾ അത് ചികിത്സിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് റാസ്പുട്ടിൻ. അപ്പോൾ റാസ്പുട്ടിൻ്റെ നിയന്ത്രണത്തിൽ ഈ മഹാറാണിയായിപ്പോയി ബസാറിന അവരായി പോവുകയും അങ്ങനെ ദുർഭരണം വരികയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന ലെനിൻ അവിടെ നിന്ന് പുറപ്പെടുകയും മാർക്സിയൻ സിദ്ധാന്തങ്ങൾ ഉണ്ടെന്നുകൊണ്ട് മനസ്സിലായില്ല പെട്രോഗ്രാഡും ലെനിൻഗ്രാഡും അല്ലെങ്കിൽ നമ്മുടെ മോസ്കോ ഒക്കെ പിടിച്ചെടുത്തു. അപ്പോൾ ഒരു ഫാക്ടർ അതാണ് ഇതിൻ്റെ ക്രിസ്മസ് കാലത്തെ വരവേറ്റ നാട്. സ്കൂളുകൾ, ദേവാലയങ്ങൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂൾ വിദ്യാർത്ഥികൾ അഭയഭവനിലെത്തി. ക്രിസ്മസ് സമ്മാനപ്പൊതികളുമായി എത്തിയ സാന്താക്ലോസിനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരും കോട്ടപ്പടി അഭയഭവൻ ഡയറക്ടറും അന്തേവാസികളും ചേർന്ന് സ്വീകരിച്ചു. കേക്ക് മുറിച്ചും കരോൾ ഗാനങ്ങൾ ആലപിച്ചും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും വിദ്യാർത്ഥികളും അന്തേവാസികളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും കൈമാറി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് എന്നിവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, KT സിസി, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ വർണ്ണാഭമായ ഒരുക്കങ്ങൾ ക്രിസ്മസിനായി പൂർത്തിയായി. വിശ്വാസികൾക്ക് ദൃശ്യാനുഭവമൊരുക്കി
50 അടിയോളം ഉയരമുള്ള ഭീമൻ ക്രിസ്മസ് നക്ഷത്രം, വിവിധതരം ലൈറ്റുകൾ, മനോഹരമായ ക്രിസ്മസ് ട്രീ എന്നിവയാണ് സജ്ജീകരിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി പ്രത്യേക ക്രിസ്മസ് കരോൾ സർവീസും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഇടവക വികാരി ഫാദർ അനു ഉമ്മന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഇടവക അംഗങ്ങളും പ്രദേശവാസികളും സജീവമായി പങ്കാളികളാകുമെന്ന് ഇടവക ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, ഇടവക സെക്രട്ടറി വർഗീസ് തമ്പി എന്നിവർ അറിയിച്ചു. വെള്ളാറ്റഞ്ഞൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളാറ്റഞ്ഞൂർ ചെറുപുഷ്പാലയത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MF ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. അമല ആശുപത്രി RHTC വെള്ളാറ്റഞ്ഞൂരിന്റെ കീഴിലാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ആഴ്ചതോറുമുള്ള കൂടിച്ചേരലും കലോത്സവങ്ങളും വിനോദയാത്രയും വായിക്കുവാനായി അക്ഷരക്കൂട്ട് ഗ്രന്ഥശാലയും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രദേശത്തെ 42 മുതിർന്നവരാണ് കൂട്ടായ്മയിലുള്ളത്. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് മനോഹരമായ ക്രിസ്മസ് ട്രീയുടെ രൂപത്തിൽ അണിനിരന്നത് അവിസ്മരണീയമായി. പച്ച, ചുവപ്പ്, നീല നിറങ്ങളിലുള്ള യൂണിഫോമുകൾ ധരിച്ച വിദ്യാർത്ഥികൾ ക്രമമായി അണിനിരന്നാണ് ക്രിസ്മസ് ട്രീയുടെ ആകൃതി സൃഷ്ടിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധമണി, കോർഡിനേറ്റർമാരായ CL ലിഷ, VA നിത്യ, UB രാഗി എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയുടെയും നഴ്സിംഗ് സ്കൂളിൻ്റെയും നേതൃത്വത്തിൽ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ആശുപത്രി ചാപ്പലിൻ്റെ ചാപ്പിയനും ഡീപോൾ സ്കൂൾ പ്രിൻസിപ്പാളുമായ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫാദർ വിൻസെന്റ്, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ പോൾ, ക്രിസ്മസ് പാപ്പ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു. ഫാദർ വിൻസെന്റ് ക്രിസ്മസ് സന്ദേശം നൽകി. നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ മേഘ, ഡോക്ടർമാർ, ട്യൂട്ടർമാർ, വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികളും ആശുപത്രി ജീവനക്കാരും അവതരിപ്പിച്ച കരോളും വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. അറിയിപ്പ്: വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഹെൽത്ത് കാർഡ് ആവശ്യമായ എല്ലാ തരത്തിലുള്ള തൊഴിലാളികളും സംസ്ഥാന ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന ആവശ്യമായ രക്തപരിശോധന, ടൈഫോയിഡ് വാക്സിൻ എന്നിവ നടത്തിയതിന്റെ പരിശോധനാ ഫലം ഹെൽത്ത് കാർഡിനോടൊപ്പം ഹാജരാക്കണം. അല്ലാത്തപക്ഷം കാർഡ് സ്വീകാര്യമായിരിക്കുന്നതല്ലെന്നും പരിശോധനയും വാക്സിനേഷനും നടത്താത്തവർ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. പുന്നൂർകുളം ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ 32ാമത് വാർഷികാഘോഷം ഡിസംബർ 23-ന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന പരിപാടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഫാസിൽ അലി ഉദ്ഘാടനം ചെയ്യും. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഷംല ഹംസ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ നാലകത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അലി പഷ്ണത്തയിൽ മുഖ്യപ്രഭാഷണം നടത്തും. IP അബ്ദുൾ റസാഖ്, അബ്ദുൾ റഹ്മാൻ കുന്നംകാട്ടിൽ, PTA പ്രസിഡന്റ് ഷഹീർ, വാർഡ് മെമ്പർമാരായ ഹസൻ തളികശ്ശേരി, ദേവകി ശ്രീധരൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് എന്നിവർ പങ്കെടുക്കും. 800ഓളം വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ അലി പഷ്ണത്തയിൽ, A ബക്കർ, ഹുസൈൻ ചെറുവത്തൂർ, അബ്ദുൾ ഗഫൂർ നാലകത്ത് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 213 രൂപ. ചരമം: ചിറ്റാട്ടുകര വടുക്കൂട്ട് ഞാറയിൽ കുര്യൻ ഭാര്യ വത്സ നിര്യാതയായി 57 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ആൻസി, അഞ്ജു എന്നിവർ മക്കളാണ്. തൃത്താല സർവീസ് സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരൻ ശിവശങ്കരന്റെ ഭാര്യ അമ്പലവട്ടത്ത് പൗർണമിയിൽ നിർമ്മല ടീച്ചർ നിര്യാതയായി 74 വയസ്സായിരുന്നു. തൃത്താല MCM UP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ശ്രീജ, അജിത്ത് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ വിടവാങ്ങുന്നത് ചിരിയും ചിന്തയും ബാക്കിവെച്ച്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നാളെ നടക്കും. ഡിസംബർ 20 വരെയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണകാലാവധി. ഗുരുവായൂർ നഗരസഭയിൽ CPM-ലെ സുനിത അരവിന്ദൻ ചെയർപേഴ്സണാകാൻ സാധ്യത തെളിയുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.